കുഞ്ഞപ്പൻ ഇന്ന് സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൈമാറുന്ന ദിവസമാണ്. ലാസ്റ്റത്തെ പരീക്ഷയും ഇന്ന് തന്നെയാണ്, ക്രിസ്മസ് സെലിബ്രേഷനും ഇന്ന് തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ ധൃതി പിടിച്ചതേ ഞാൻ ഫുഡൊക്കെ കൊടുത്തത്, ഗിഫ്റ്റൊക്കെ ഫ്രണ്ടിനുള്ള നേരത്തെ ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാണേ പൊന്നെ മറന്നുപോലെ ചെല്ലുമ്പോഴേ ടീച്ചറിനെ കൊടുക്കണേന്ന്. ആള് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് പോകുന്നത്. ഇനി 10 ദിവസം സ്കൂളിൽ പോകണ്ടല്ലോ. അങ്ങനെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഓട്ടോ ചേട്ടൻ വന്നപ്പോൾ ഓടി കയറി ഓട്ടോയിൽ ഇരുന്നേ, തെറ്റിക്കരുതെല്ലാം കറക്റ്റായിട്ട് എഴുതണം, ടാറ്റാ ബൈബി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിടുന്നത്. മാത്സിന്റെ എക്സാം അല്ലേ, അതുകൊണ്ടൊരു കുഞ്ഞപ്പം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നു. അങ്ങനെ ഇഡലി സാമ്പാറും എടുത്ത് തിന്ന് കേട്ടോ. നോക്കുമ്പോൾ കുറച്ച് മാവ് ബാക്കിയിരിക്കുന്നു. അപ്പോഴാണ് ഒരു ഐഡിയ, അത് വെച്ച് ഫേഷ്യൽ ചെയ്യാന്ന്. അങ്ങനെ അതെടുത്ത് മുഖത്ത് തേച്ചുകൊണ്ട് കിടക്കുകയാണേ. അത് ഉണങ്ങുന്ന സമയം കൊണ്ട് അടിച്ചു വാരി തുടയ്ക്കാന്ന് വിചാരിച്ച് ചൂലെടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ പോർച്ച് നിറച്ച് പൊടിയായിട്ട് കിടക്കുകയാണ് കേസ്. എല്ലാ ദിവസവും നമ്മൾ അടിച്ചു വാരിയെങ്കിലും ഒന്ന് തേച്ച് കഴുകണ്ടേ. അങ്ങനെ 10 രൂപയുടെ സോപ്പ് പൊടി കുഞ്ഞമ്മയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് സോപ്പ് പൊടി ഇട്ടിട്ട് നല്ലോണം തേച്ചൊരച്ച് ചൂലുകൊണ്ട് കഴുകുകയാണേ. അങ്ങനെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് 12 മണിയായപ്പോഴത്തേക്ക് ഒരു പോംഗ്രാനറ്റ് എടുത്ത് ഞാൻ മുറിച്ച് വെച്ചേ. കുഞ്ഞപ്പം വരാൻ സമയമായി, വിശക്കണേ എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അങ്ങനെ അവൻ വന്നു, ഗിഫ്റ്റ് കൊണ്ടാണ് കേട്ടോ വന്നത്. അവൻ എന്ത് ഗിഫ്റ്റാണ് കിട്ടിയെന്ന് അടുത്ത വീഡിയോയിൽ പറയാമേ. എല്ലാവരും കാണണേ. ബൈ.